ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ് ഗ്രീൻ ഫിഷ് ഫ്രൈ. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഗ്രീൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ കുറച്ച് അരപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ട് ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഫിഷ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗ്രീൻ ഫിഷ് ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന അയലയാണ്. ഞാനൊരു 5 അയല എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അരപ്പും ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് ഞാനൊരു 12 പച്ചമുളക് കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇതിനകത്ത് അരി എടുത്ത് മാറ്റിയിട്ടുണ്ട്, എരി ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കൊച്ചുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. 10 കൊച്ചുള്ളി ഇട്ട് നമ്മൾ ശേഷം ഇത് നമ്മുടെ വെളുത്തുള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്, 6 എണ്ണം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കറിവേപ്പില ഞാനിപ്പം ഒരു പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊരു പീസ് ഇഞ്ചി എടുത്ത് കട്ട് ചെയ്തേക്കാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ്, ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത്രയാണ് നമ്മുടെ അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇത് നല്ലോണം നമുക്ക് മിക്സിക്കകത്തിട്ട് അരച്ച് ഒരുപാട് ലൂസ് ആക്കാത്ത ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. അപ്പോൾ നല്ലോണം ഇത് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോണം. ഇത് ഇച്ചിരിയും കൂടി ഒന്ന് നമുക്ക് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് നമ്മുടെ നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ് ഇത് ഇതിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം എണ്ണ മതി നമുക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യണം. അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തേക്കാം. നാരങ്ങാനീരും വെളിച്ചെണ്ണയും കൂടിയാണ് നമ്മൾ ലാസ്റ്റ് ചേർത്തേക്കുന്നത്. നമ്മുടെ മീനകത്തോട്ട് പുരട്ടി കൊടുക്കാനാണ്. അടിപൊളിയായിട്ട് വരും ഇത് കണ്ടോ, അടിപൊളിയായിട്ടിരിക്കുകയാണ് നമ്മുടെ അരപ്പ്. അപ്പോൾ നമുക്കിത് നമ്മുടെ മീനകത്തോട്ട് പുരട്ടി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീനകത്തോട്ട് അരപ്പ് പുരട്ടി കൊടുക്കാം. നല്ലോണമൊക്കെ എല്ലാ കഷ്ണങ്ങളിലും പറ്റണം, വരഞ്ഞതിനകത്തെല്ലാം പറ്റണം. ഇതിൻ്റെ പള്ളയ്ക്കകത്തൊക്കെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. എല്ലാ മീനിലും നമുക്ക് അരപ്പ് ചേർക്കണം. വേണമെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിടാം, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഓരോന്നായിട്ട് അരപ്പ് ചേർക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരഞ്ഞതിനകത്തെല്ലാം മീനിൻ്റെ നല്ലോണമൊക്കെ നമ്മുടെ അരപ്പ് പറ്റണം. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നും അരപ്പ് പുരട്ടിയെടുക്കാം. ഇപ്പം നല്ലോണം എല്ലാ മീനിനകത്തും നമുക്ക് അരപ്പ് പുരട്ടണം. എല്ലാ ഭാഗങ്ങളിലും അരപ്പ് പുരട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളയ്ക്കകത്ത്, തലയ്ക്കകത്ത്, ആ വരഞ്ഞു വെച്ചേക്കുന്ന സ്പേസിൽ എല്ലായിടത്തും നല്ലോണം അരപ്പ് പറ്റണം. എല്ലായിടും അരപ്പ് പറ്റിയാലേ നമ്മുടെ മീൻ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കണ്ടോ, നല്ല പച്ച കളർ ഇരിക്കുകയാണ്. ആ ടെക്സ്ചർ കണ്ടോ. അപ്പോൾ നമ്മുടെ മീനകത്ത് നല്ലോണം നമ്മുടെ അരപ്പ് പുരട്ടിയൊക്കെയാണ്. നല്ല ഗ്രീൻ കളറുണ്ട്. ഇതിനി ഇപ്പോൾ നമുക്ക് ഒരു 20 മിനിറ്റത്തേക്ക് വെച്ചേക്കണം. 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ മീനകത്ത് പുരട്ടിയേക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും അതിൻ്റെ എല്ലാ എസൻസും ഇതിനകത്തോട്ട് പിടിക്കും, നമ്മുടെ മീനകത്തോട്ട് പിടിക്കും. അപ്പോൾ വറുത്ത് കഴിക്കാൻ നേരത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് നമുക്ക് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ വറക്കാൻ തുടങ്ങാം. ആദ്യമേ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുക്കുന്നത്. ഈ കുപ്പിയിൽ നിന്നായതുകൊണ്ട് ഒരു ഇച്ചിരി ലേറ്റ് ആവും അത്രയും വീഴാനെ കൊണ്ടേ. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ മീൻ എടുത്തിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മീൻ അടിപൊളിയായിട്ട് ഇതൊരു സൈഡ് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് തിരിച്ചിടണം. നല്ലോണക്കും വെന്ത് വന്നിട്ടുണ്ട് ഓരോ സൈഡും. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഫിഷ് നമ്മൾ ഇതേ മറിച്ചിട്ടേക്കാണ്. നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഗ്രീനറി
കുറേശ്ശെ ഷെയ്ഡ് മാറി തുടങ്ങി കരിഞ്ഞ ആ ഒരു ഷെയ്ഡിലോട്ട് വരും. അപ്പോൾ നമ്മുടെ മീൻ അടിപൊളിയായിട്ട് നമ്മൾ വറുത്തെടുത്തേക്കാണ്. നമ്മുടെ രണ്ട് സൈഡ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ആ ഗ്രീൻ ടെക്സ്ചർ അങ്ങോട്ട് മാറിയിട്ട് ഒരു ബ്രൗൺ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി കൂടുതലിട്ട് നമ്മൾ മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്കിത് വാങ്ങാം. നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇനിയിപ്പം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ഫിഷ് ഫ്രൈ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കാണ്. നമ്മുടെ അരപ്പൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള അരപ്പാണ്. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് എടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്ത് വരുന്ന സമയത്ത് ഒരുപാടിട്ട് കരിക്കരുത്. അങ്ങനെ കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടെക്സ്ചർ നശിച്ചു പോകും. അതായത് ഈ ഗ്രീൻ ടെക്സ്ചർ നശിച്ചു, ആ കളർ നശിച്ചു. അപ്പോൾ ഒരു ബ്രൗൺ വരും. നമ്മുടെ മീൻ വറുത്തപ്പോൾ തന്നെ കണ്ടോ ഇടയ്ക്കിടയ്ക്ക് ആ ബ്രൗൺ കളറുണ്ട്. അപ്പോൾ ഒരുപാട് കരിക്കരുത്, എന്നാൽ നമ്മുടെ അരപ്പ് വേവിയും വേണം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഗ്രീൻ ഫിഷ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. നമ്മുടെ ഈ ചൂരയോ അയലയോ ചാളയോ മത്തിയോ എന്ത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സ്പൈസസിന് ഒരു വ്യത്യാസവും വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പച്ചമുളകും കുരുമുളകും എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഒരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.